എന്താ സംഭവിച്ചത്? എ എ പി കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഭരണത്തിൽ വന്നത്. അത് കുറെയൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ തന്നെ ധാരാളം ഫണ്ട് ആവശ്യമാണ്. ആ ധാരാളം ഫണ്ടിന് എവിടെ പോകും രാഷ്ട്രീയ പാർട്ടി? അങ്ങനെ രാഷ്ട്രീയ പാർട്ടി പോയതാണ് മദ്യത്തിന്റെ കാര്യത്തിലും ഒക്കെ അഴിമതിയിൽ പിടിക്കപ്പെട്ട് കേസിൽ കോടതിയിലും ജയിലിലും ഒക്കെ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഇപ്പതാ പാർട്ടി പരാജയപ്പെട്ടിരിക്കുന്നു അവരുടെ ഇലക്ഷനില്. അപ്പൊ അതൊക്കെ നൽകുന്ന ഒരു സൂചന, ഒരു നല്ല പാഠമുണ്ട്, ഒരു ഗുണപാഠമുണ്ട്. ആ ഗുണപാഠം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഈ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിൽ തൊഴിലാളികളെ ഫ്രീ ബീസ് കൊടുത്ത് വിലക്ക് എടുക്കരുത്. ആ തൊഴിലാളികളെയല്ല പൗരജനങ്ങളെ ഓരോ പൗരനും അവനവൻ്റെതായ ധർമ്മം ഒരു സമൂഹത്തിൽ ചെയ്യാനുണ്ട്, അവനവൻ്റെതായ സംഭാവന ചെയ്യാനുണ്ട്. ആ സംഭാവന ചെയ്യുമ്പോൾ മാത്രം അതിൻ്റെ പ്രതിഫലം നൽകുക. വെറുതെ പ്രതിഫലം നൽകാം എന്ന് വ്യാമോഹിപ്പിച്ച് ഭരണത്തിൽ വരികയും എന്നിട്ട് തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പാർട്ടിക്കും നിലനിൽപ്പുണ്ടാകില്ല എന്നതിന്റെ ഒരു സൂചനയാണ്, ഒരു തെളിവാണ് എ.എ.പിക്ക് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ ഇനിയും എത്രയെത്ര പാർട്ടികൾ കാരണം ഇപ്പൊ എല്ലാ പാർട്ടികളും മത്സരിച്ചാണ് ഫ്രീ ബീസ് ഓഫർ ചെയ്യുന്നത്. അവർക്കറിയാം ഫ്രീ ബീസ് കൊടുത്താലേ വോട്ട് കിട്ടുള്ളൂ. ഓൾറെഡി ഇന്ത്യയിലെ ഒരു വലിയ ഭാഗം ജനം മടിയന്മാരായി കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ 82.08% പോപ്പുലേഷൻ ഇന്ത്യയിൽ അൺഎംപ്ലോയിഡ് ആണ്. വെൽ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്നാണ് പറയുന്നത്. പ്രീ ഡിഗ്രി ആൻഡ് എബവ് എഡ്യൂക്കേഷൻ ഉള്ളവരുടെ അൺഎംപ്ലോയ്മെന്റ് ആണ് 82.08% വരെ ഉയർന്നിരിക്കുന്നു എന്ന് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ ഈ ഫ്രീ ബീസ് ആണ്. ആ ഫ്രീ ബീസ് കൊടുത്ത് അവര് മടിയന്മാരായി തീർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവർക്ക് ഇവിടുത്തെ ജോലികൾ, സാധാരണ ജോലികൾ ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ല. അപ്പോൾ അവര് ഒന്നുകിൽ വെറുതെ ഇരിക്കും. കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ നമുക്ക് അങ്ങനെ അറിയാം. കേരളം ഒരു കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ഗുണ്ടാ വിളയാട്ടത്തിന്റെ നാടായി മാറിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വൃത്തികെട്ട ക്രിമിനൽ ആയിട്ടുള്ള കഥകളാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാമല്ലോ കോട്ടയം നഴ്സിംഗ് കോളേജിൽ സംഭവിച്ചത്, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ സംഭവിച്ചത് എന്താണെന്ന്. അപ്പൊ അതൊക്കെ പറയാൻ പോലും കൊള്ളാത്ത അത്ര ദുർഗന്ധം വമിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെയൊക്കെ സംഭവിച്ചത്. ആ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് യുവജന സമൂഹം മാറുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഉത്തരവാദിത്ത ബോധം ഇല്ലാത്തത് കൊണ്ട്. എന്താണ് ഈ ഉത്തരവാദിത്ത ബോധം എന്ന് പറയുന്നത്? തൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും താൻ തന്നെ സൃഷ്ടിച്ചെടുക്കണം എന്ന ബോധം. അതാണ് സ്വാശ്രയത്വ ബോധം എന്ന് പറയുന്നത്. ആ ബോധമുള്ളവരാരും മറ്റുള്ളവരുടെ ബോധത്തിൽ കൈകടത്താനോ അവരെ മെക്കിട്ട് കയറാനോ പോവുകയില്ല. സ്വന്തം അധ്വാനം, നേരായ മാർഗത്തിലൂടെ അധ്വാനത്തെ തിരിച്ചുവിട്ട് നല്ലവണ്ണം കഠിനാധ്വാനം ചെയ്യും. അങ്ങനെയുള്ള രാജ്യങ്ങൾ, അമേരിക്കയുടെ ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള ഒരു കഥ എടുക്കുകയാണെങ്കിൽ, അമേരിക്കൻ ഇക്കണോമിക് ഹിസ്റ്ററി എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാറിൽ അങ്ങ് അമേരിക്ക ഷാറ്റേഡായി, നിലം പരിശായി പോയ ഒരു രാജ്യമായിരുന്നു. എത്ര പെട്ടെന്നാണ് അമേരിക്ക കുതിച്ചു പൊങ്ങി ചാടിയതെന്നറിയാം. അങ്ങനെ കുതിച്ചു ചാടാനുണ്ടായ കാരണം അത്ര കഠിനാധ്വാനികളായിരുന്നു അമേരിക്കൻസ്. ആ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഒന്നാമത്തെ GDP ആയിട്ട് അമേരിക്ക ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ GDP ആയിട്ട് വളരുക, ഒന്നാമത്തെ ടെക്നോളജി രാജ്യമായിട്ട് വളരുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പുറകിൽ കഠിനാധ്വാനമുണ്ട്. ഇപ്പൊ മാർക്സിയൻ ഫിലോസഫിയിൽ വിശ്വസിക്കുന്നവർ ഇത്തരം വൃത്തികെട്ട രാഷ്ട്രീയ കയ്യാങ്കളികളൊക്കെ നടത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മാർക്സ് ഇപ്പോൾ തിരിച്ചു വരികയാണെങ്കിൽ ഇവരെയൊക്കെ അടിച്ചു കൊല്ലാൻ പറയും യഥാർത്ഥ തൊഴിലാളികളോട്. എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ടെക്നോളജി വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആ ടെക്നോളജിയിൽ നിങ്ങൾ പഠിച്ച ടെക്നോളജി ഔട്ട് ഓഫ് ഡേറ്റ് ആയി പോകും. അങ്ങനെ ഔട്ട് ഓഫ് ഡേറ്റ് ആയി പോകുമ്പോൾ നിങ്ങൾ നോക്കുകൂലി ചോദിച്ച് പ്രതിസന്ധി സൃഷ്ടിക്കുകയല്ല, മുതലാളിയെ കല്ലെറിയുകയല്ല വേണ്ടത്. നിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ അസലായി ജോലി ചെയ്യണം. ആ ജോലിക്കിടയിൽ നിങ്ങൾ പഠിച്ച സാങ്കേതിക വിദ്യ മോശമായി, അതായത് അനവസരത്തിലുള്ളതായി, അല്ലെങ്കിൽ എന്താ പറയുക, സൂപ്പർഫ്ലൂസ് ആയി, അപ്പൊ പ്രയോജനമില്ലാത്തതായി മാറും. അതായത് ശാസ്ത്ര ഗ്രോത്തിന്റെ വളർച്ചയുടെ പ്രതിഫലനമാണ് നാം പഠിച്ച ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയി പോവുക, പുതിയ ടെക്നോളജി വശമതമാക്കേണ്ടി വരിക. ഇതൊക്കെ
അപ്പോൾ നിങ്ങൾ റീസ്കിൽ യുവർ സെൽഫ് എന്നാണ് മാർക്സ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ റീ എക്യുപ്പ് ചെയ്യുക, അല്ലാതെ നോക്കുകൂലി ചോദിക്കുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മനുഷ്യരെ എംപവർ ചെയ്യുക, ശാക്തീകരിക്കുക. അതായത് ഓരോ വ്യക്തിയെയും സെൽഫ് റിലയന്റ് ആകാൻ തക്ക രീതിയിൽ അവരെ ശാക്തീകരിക്കുന്ന ഒരു സമൂഹമാണ് ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക്, അതിന്റെ GDPയുടെ വർധനവിന് ഒക്കെ സഹായകമാകുന്നത്. അല്ലാത്ത ഒരു ഭരണകൂടവും ആ രാജ്യത്തിന്റെ ഭദ്രതയല്ല, ആ രാജ്യത്തിന്റെ ശാപമായി പിൽക്കാലത്ത് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിച്ച AAPയുടെ കാര്യം തന്നെ. AAP വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്ന് ആദ്യകാലങ്ങളിലൊക്കെ ഒരു ധാരണ കൊടുത്തു. അങ്ങനെ ഒരുപാട് പേര് വിശ്വസിച്ചു ചെന്നു. പക്ഷെ അവരുടെ ഒക്കെ ധാരണകളെ തെറ്റിച്ചുകൊണ്ട് അവിടെയും അഴിമതി കൊടികുത്തുന്ന ഓണക്കാലം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പൊ നമ്മുടെ അഭിജിത്ത് ബാനർജി എന്താ പറയുന്നത്? അഭിജിത്ത് ബാനർജി ഇന്ത്യയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് വ്യക്തികളുടെ കപ്പാസിറ്റി, എബിലിറ്റി ടു വർക്ക്, എബിലിറ്റി ടു പ്രൊഡ്യൂസ്, അത് യൂട്ടിലൈസ് ചെയ്യണം വേണ്ട രീതിയിൽ. അങ്ങനെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അഭിജിത്ത് ബാനർജി ചൂണ്ടിക്കാണിക്കുകയാണ് അമേരിക്കയിലൊക്കെ എങ്ങനെയാണ് പ്രൊമോഷനും ഒക്കെ കൊടുക്കുന്നത്. അത് ആ പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി, ഓരോ വ്യക്തിയുടെയും ഉൽപാദനക്ഷമതയും എഫിഷ്യൻസിയും കണക്കിലെടുത്ത് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്ക് കൂടുതൽ ഇൻക്രിമെന്റ്. അതല്ലാതെ വെറുതെ 5 വർഷം ചുമ്മാ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവർക്കും ഇൻക്രിമെന്റും പ്രൊമോഷനും 5 വർഷ ശമ്പള പരിഷ്കരണവും ഒക്കെ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്നുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അമേരിക്ക എങ്ങനെയാണ് വളർന്നത്? അമേരിക്ക ഇപ്പോഴാ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ തിരിച്ചുവിടുന്നു. പക്ഷേ H1N1 വിസയിൽ ചെന്നിരിക്കുന്ന മിടുക്കരെ, അതായത് GRE പരീക്ഷയൊക്കെ എഴുതി പഠിക്കാനായി അവിടെ ചെന്ന് പിന്നെ അവിടെ സേവനം ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും പിരിച്ചുവിടില്ല. കാരണം അവരൊക്കെ അമേരിക്കയുടെ രാഷ്ട്ര നിർമ്മിതിയുടെ തൂണുകളാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ രാഷ്ട്ര നിർമ്മിതിക്കുള്ള തൂണുകൾ ആരാണ് സൃഷ്ടിക്കേണ്ടത്? സെൽഫ് റിലയന്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുത്ത് അങ്ങനെയാണ് രാഷ്ട്ര നിർമ്മിതിക്ക് ആവശ്യമായ തൂണുകളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒക്കെ സൃഷ്ടിക്കേണ്ടത്. അതാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ആവശ്യമുള്ളിടത്തും അനാവശ്യമായിട്ടും ഒക്കെ ഈ ഫ്രീ ബീസ് കൊടുക്കുന്നത് കൊണ്ട് തീരെ വയ്യാത്ത പ്രായത്തില് നമ്മൾ അവർക്ക് വേണ്ടിയുള്ള കെയർ ഹോംസ് ഒക്കെ വെച്ച് അവർക്ക് ഫ്രീ ബീസ് കൊടുത്ത് അവരെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതല്ലാത്ത പക്ഷം ഒരു കാരണവശാലും ഫ്രീ ബീസ് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നല്ല പാർട്ടിയാണ്, സത്യസന്ധമായ പാർട്ടി അല്ല തന്നെ. അപ്പൊ അവരുടെ അത് കണ്ടിട്ട് ഫ്രീ ബീസ് കണ്ട് വോട്ട് കൊടുക്കുന്നവർ എപ്പോഴും ഓർക്കുക, നാം നമ്മുടെ തന്നെ വിധിയെ ഒരു വളരെ മോശമായ കിരാതമായ ഒരു വിധിയാക്കി മാറ്റുകയാണ്, നമ്മുടെ നാളെയെ തന്നെ കറുത്ത നാളെയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫ്രീ ബീസ് പറയുന്നവരെ വിരട്ടി ഓടിക്കുക, അവരെ നിർത്തേണ്ടിടത്ത് നിർത്തുക. ഇതല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങളെ ശാക്തീകരിക്കലാണ്, ഞങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയാണ്. അത് ഫ്രീ ബീസ് കൊടുത്തിട്ടല്ല, ഭിക്ഷ കൊടുത്തിട്ടല്ല, കർമ്മം കൊണ്ടാകണം. ഓരോരുത്തരും സ്വന്തം കാലിൽ നിൽക്കുന്നത് ഭിക്ഷ യാചിച്ചാവരുത്, കർമ്മം ചെയ്തുകൊണ്ടാകണം. അതിനുള്ള ഒരു ശക്തിയാണ് രാഷ്ട്രീയ പാർട്ടി ഓരോ വ്യക്തിക്കും ഒരു സമൂഹത്തിന് മൊത്തമായും കൊടുക്കേണ്ടത്. അല്ലാതെ ഭിക്ഷ കൊടുത്ത് വോട്ട് മേടിച്ച് പിന്നെ പോടാ പുറത്ത് എന്ന രീതിയിൽ അവരെ ആട്ടി ഓടിക്കുകയല്ല വേണ്ടത്. അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി എന്താ പറയുക, ഈ പറയപ്പെട്ട മയക്കുമരുന്നും മദ്യവും ഒക്കെ ഒഴുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ആ സമൂഹത്തെ തന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോയി നാശോന്മുഖമാക്കി വിടുകയല്ല വേണ്ടത്.